പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മതനേതാക്കളെ കണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുമായും കൂടിക്കാഴ്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരെയും കാണും. ആഭ്യന്തരമന്ത്രിയായ ശേഷമുള്ള ആദ്യ മലബാർ സന്ദർശനം രമേശ് ചെന്നിത്തല പ്രധാനമായും ലഹരിക്കെതിരായ പോരാട്ട പ്രചരണത്തിന് മാറ്റിവെക്കുകയായിരുന്നു. തൂഫാൻ ദ നർക്കോ ഹണ്ടിന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി മതനേതാക്കളെ ഓരോരുത്തരെയായി കണ്ടു. ആദ്യം സമസ്ത ആസ്ഥാനത്തേക്ക് ജഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് കണ്ടത്. തൂഫാൻ വാരിയർ ആവാൻ അഭ്യർത്ഥിച്ച് തങ്ങൾക്ക് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. ലഹരിക്കെതിരായ പോരാട്ടത്തിന് രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനമായ ഈ മാസം 26-ന് 140 മണ്ഡലങ്ങളിലെ സ്കൂളുകളിലും പ്രത്യേക പരിപാടികൾ നടത്തും. ആരംഭശൂരത്വം മാത്രമല്ലാതെ കേരളത്തെ ലഹരി മുക്തമാക്കുക എന്നതാണ് പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തിനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ MP-മാരുടെ നേതൃത്വത്തിൽ ഓരോ വിദ്യാലയങ്ങളിലും ഈ തൂഫാൻ്റെ വൻ പരിപാടി നടക്കുകയാണ്. തുടർന്ന് കാരന്തൂർ മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. തൂഫാൻ വാരിയരാവാൻ അഭ്യർത്ഥിച്ച് ബാഡ്ജ് നൽകി. താമരശ്ശേരി ബിഷപ്പ് റെമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ, കശ്യപാശ്രമാധിപതി ഡോക്ടർ MR രാജേഷ് തുടങ്ങിയവരെയും തൂഫാൻ വാരിയരാക്കുകയാണ്. മോഹൻലാലിനെ അംബാസഡറാക്കിക്കൊണ്ട് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകിയുള്ള ലഹരി വിരുദ്ധ പ്രചാരണം ശക്തിപ്പെടുത്തുകയാണ് ആഭ്യന്തരമന്ത്രി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.